نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം, അള്ളാഹു സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. ومن يبتغي غير الاسلام دينا فلن يقبل منه, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന മതം ഇസ്ലാം അല്ലാതെ മറ്റൊന്നുമല്ല. അതല്ലാത്ത മറ്റേതെങ്കിലും മതം സ്വീകരിച്ച ഒരുവൻ അവൻ ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും അവൻ ഉൾപ്പെടുക, നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കും അവൻ ഉൾപ്പെടുക. ഇസ്ലാം ദീനിൽ പ്രവേശിച്ച ആളുകൾ അഥവാ മുസ്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്കായി അവർക്കായി രണ്ട് ആഘോഷ ദിനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണത്. 2 മാസങ്ങൾക്ക് മുന്നേ ഈദുൽ ഫിത്ർ നാം ആഘോഷിച്ചു, ചെറിയ പെരുന്നാൾ നാം ആഘോഷിച്ചു. ഇന്നേ ദിവസം ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ, വലിയ പെരുന്നാൾ നാം ആഘോഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞതുപോലെ, യാ അബൂബക്കർ ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ്, എല്ലാ ഖൗമിനും എല്ലാ സമുദായത്തിനും എല്ലാ ആളുകൾക്കും എല്ലാ ജനതക്കും ആഘോഷങ്ങളുണ്ട്, ആഘോഷമുണ്ട്. ഹാദാ ഈദുന, ഇത് നമ്മുടെ ഈദാണ്, ഇന്നേ ദിവസം നമ്മുടെ പെരുന്നാളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിനങ്ങൾ, ഈ പെരുന്നാൾ ദിനങ്ങൾ, അതുപോലെ തന്നെ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് വരുന്ന അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങൾ, അതുപോലെ ഒരു നാട്ടിൽ ആളുകൾ പെരുന്നാൾ ആചരിക്കുന്ന, പെരുന്നാളിന്റെ ഭാഗമായി ആഘോഷങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ആ ദിനങ്ങൾ, അത് പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്, അതിനെ പരിഗണിച്ചുകൊണ്ട്, അതിർവരമ്പുകൾ കടക്കാതെ ഹലാൽ ഹറാമുകൾ പരിഗണിച്ചുകൊണ്ട്, വാജിബാത്തുകൾ നിർബന്ധമായ കാര്യങ്ങൾ അത് പൂർത്തീകരിച്ചുകൊണ്ട് ആഘോഷിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ശആയിറുകളെ ഉയർത്തി കാണിക്കാൻ നാം ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദിനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ 10 ദിനങ്ങൾ, അതിൽ അവസാനത്തെ ദിനമാണെന്ന് അയ്യാമുൽ അശർ നാം മനസ്സിലാക്കിയതുപോലെ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പവിത്രമായ, ഏറ്റവും മഹത്തരമായ ഈ ദിനങ്ങൾ, ഈ ദുനിയാവിലെ ഏറ്റവും മഹത്തരമായ ദിനങ്ങൾ, അതിൽ അവസാനത്തെ ദിനമാണ് നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ അവസാനത്തെ 10-ാം ദിവസം, പെരുന്നാൾ ദിവസം. അതുപോലെ തന്നെ ഈ ദിവസം അതാണ് ദുനിയാവിലെ ഏറ്റവും മഹത്തരമായ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ദിവസം, അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമായ ദിവസം യൗമുൻ നഹറാണ്, ബലിപെരുന്നാൾ ദിവസമാണ്, ഈദുൽ അദ്ഹയുടെ ദിവസമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ ദിനങ്ങളിൽ, ഈ 10 ദിനങ്ങളിൽ, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന അയ്യാമു തശ്രീഖിന്റെ
3 ദിനങ്ങൾ, ദുൽഹിജ്ജ 11, 12, 13 ഈ ദിനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽ ഒന്നാണ് തക്ബീറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള രൂപത്തിലോ അതല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ട മറ്റു രൂപങ്ങളിലോ തക്ബീറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രത്യേകമായ ഇബാദത്തുകളിൽ ഒന്നാണ്. തക്ബീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ പണ്ഡിതന്മാർ പറയുന്നത് പോലെ 300-ൽ പരം തവണ അവൻ തക്ബീറുകൾ ആവർത്തിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ അവന്റെ നിസ്കാരങ്ങളിലായിക്കൊണ്ട്, അവന്റെ സുന്നത്ത് നിസ്കാരങ്ങളിലായിക്കൊണ്ട്, അതുപോലെ അവന്റെ അസ്കാറുകളിലായിക്കൊണ്ട്, ബാങ്കിലും ഇഖാമത്തിലും മറ്റ് ദിക്റുകളിലുമെല്ലാം ആയിക്കൊണ്ട് 300-ൽ പരം തവണ ഒരു ദിവസം ഒരു മുഅ്മിൻ തക്ബീറുകൾ ഉരുവിടുന്നുവെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തക്ബീറിന് മുഅ്മിന്റെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ വലിയൊരു സ്ഥാനമുണ്ട്. അല്ലാഹു അക്ബർ എന്നുള്ള ആ വിളിയാളം കേട്ടിട്ടാണ് അവൻ നിസ്കാരത്തിലേക്ക്, പള്ളിയിലേക്ക് ഓരോ വഖത്തും നടന്നു നീങ്ങുന്നത്. എന്നാൽ ഇത് ആവർത്തിച്ച് ഉരുവിടുന്ന അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ആവർത്തിച്ച് ഉരുവിടുന്ന ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ അവൻ അതിന്റെ ആശയവും അതിന്റെ പൊരുളും അതിന്റെ ഉദ്ദേശവും അതിന്റെ അർത്ഥവും അതിന്റെ ലക്ഷ്യവും അറിഞ്ഞുകൊണ്ടാണ് അവൻ ചൊല്ലുന്നതെങ്കിൽ അവനൊരിക്കലും മുസ്ലിമീങ്ങളായ ആളുകൾ, മുസ്ലിം ഉമ്മത്തിൽ ഉൾപ്പെട്ട ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ അവർക്കൊരിക്കലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാൻ, അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ, കുഫ്ർ ചെയ്യാൻ ഒരിക്കലും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അതിന്റെ ആശയം അറിഞ്ഞിട്ടായിരുന്നു അവർ അത് ഉരുവിടുന്നുവെങ്കിൽ. അതുപോലെ തന്നെ മഅസിയത്തുകൾ, തിന്മകൾ, പാപങ്ങൾ ചെയ്യാൻ ഒരിക്കലും അവർക്ക് കഴിയുമായിരുന്നില്ല. അതിന്റെ അർത്ഥം, അതിന്റെ ആശയം അത് മനസ്സിൽ നെഞ്ചേറ്റിക്കൊണ്ടാണ് അവർ ചൊല്ലിയിരുന്നുവെങ്കിൽ അവർക്ക് അതിന് സാധിക്കുമായിരുന്നില്ല. ഒരു മുസ്ലിം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന, എന്ന് പറയുന്ന, എന്ന് പ്രഖ്യാപിക്കുന്ന, എന്ന് ഉരുവിടുന്ന ഒരു മുസ്ലിം അവൻ പറയുന്നത് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവിന്റെ മുന്നിൽ ഒരു നിലക്കും ഒരർത്ഥത്തിലും ഞാനൊന്നുമല്ല, ഞാനും വളരെ നിന്യനായ ഒരുവനാണെന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്ന ഏറ്റവും വലിയവൻ. എല്ലാ അർത്ഥത്തിലും അതങ്ങനെയാണ്. അല്ലാഹു ആകുന്നു അവന്റെ വലിപ്പത്തിലും അവന്റെ വിശേഷണങ്ങളിലും അവന്റെ ദറജയിലും അവന്റെ ഖദറിലും അവന്റെ സ്ഥാനത്തിലും എല്ലാ അർത്ഥത്തിലും എന്നെക്കാളും മറ്റുള്ളവരെക്കാളും മറ്റു സൃഷ്ടികളെക്കാളും അതാരാകട്ടെ, അത് അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, അല്ലാഹുവിലേക്ക് അടുത്ത മലക്കുകളാകട്ടെ, ആരാകട്ടെ, അവർ ഒരർത്ഥത്തിലും ഏത് നിലക്കും അല്ലാഹുവിനോട് ഒരർത്ഥത്തിലും താരതമ്യപ്പെടാൻ പോലും പറ്റാത്ത അത്രയും അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു തആല വലിയവനാണ്. അവന് പുറമെയുള്ളവർ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവർ നിന്യതയുള്ളവരാണ്. അല്ലാഹുവിലേക്ക് വെച്ചു നോക്കുമ്പോൾ അവർ നിന്യതയുള്ളവരാണെന്നാണ് ആ പദം, ആ അർത്ഥം, ആ ദിക്ർ അതർത്ഥമാക്കുന്നത്. അതെല്ലാ അർത്ഥത്തിലും അങ്ങനെയാണ്. അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ. അല്ലാഹുവിന്റെ വലുപ്പത്തിൽ അവന്റെ സൃഷ്ടികളെക്കാൾ, അല്ലാഹുവിന്റെ അർശിനേക്കാൾ വലുത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. സഹോദരങ്ങളെ, നാം ഇപ്പോൾ താമസിക്കുന്ന കേരളം, നമ്മൾ ലോകമാപ്പിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചി കുത്തിരി പോലും വകയില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് കേരളത്തെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ കേരളവും മറ്റ് സ്ഥലങ്ങളും ഭൂമിയിലെ മറ്റ് കരഭാഗങ്ങളും കടൽ ഭാഗവും എല്ലാം ഉൾപ്പെടുന്ന ഈ ഭൂമി, ആ ഭൂമിക്ക് പുറമെയുള്ള മറ്റ് ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, മറ്റുപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, അങ്ങനെയുള്ള ആകാശഭൂമികൾ, ആകാശലോകങ്ങൾ, ഈ പ്രപഞ്ചം, കണ്ടുപിടിക്കപ്പെട്ടതും കണ്ടുപിടിക്കപ്പെടാത്തതുമായ ഈ പ്രപഞ്ചം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കുർസിയിനെ വെച്ചു നോക്കുമ്പോൾ, അല്ലാഹുവിന്റെ പാദപീഠത്തെ, അല്ലാഹുവിന്റെ പാദങ്ങൾ വെക്കുന്ന ആ സ്ഥലത്തെ വെച്ച് നോക്കുമ്പോൾ, അല്ലാഹുവിന്റെ കുർസിയിനെ വെച്ച് നോക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു മരുഭൂമിയിൽ ഇടപെട്ട ഒരു വളയത്തോടാണ് അതിനെ ഉപമിക്കാൻ സാധിക്കുന്നതെങ്കിൽ ഒരു മോതിരത്തോടാണ്. വിശാലമായ വിസ്തൃതമായ മരുഭൂമിയിൽ ഇടപെട്ട ഒരു മോതിരത്തോടാണ് ഈ ആകാശഭൂമികളെ, ഈ പ്രപഞ്ചത്തെ
ഉപമിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ആ കുർസിയെ ആകാശഭൂമികൾ വെച്ച് നോക്കുമ്പോൾ ആ കുർസിയെ മരുഭൂമിയും അതുപോലെ വളയും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ, ആ കുർസിയും അള്ളാഹു ആരോഹണസ്ഥനായിട്ടുള്ള അള്ളാഹുവിന്റെ അർശും സിംഹാസനവും അള്ളാഹു അതിന്റെ മേലെയാണ് ആരോഹണസ്ഥനായിട്ടുള്ളത്. അതും അള്ളാഹുവിന്റെ പാദപീഠവും അള്ളാഹുവിന്റെ കുർസിയും വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു മരുഭൂമിയിൽ ഇടപെട്ട ഒരു മോതിരത്തെ പോലെയാണെങ്കിൽ, അതിന്റെ മേലെ ആരോഹണസ്ഥനായിട്ടുള്ള അതിന്റെ സൃഷ്ടാവായ സകല സൃഷ്ടികളെയും കുർസിന്റെയും അർശിന്റെയും അങ്ങനെ എന്നു വേണ്ട എല്ലാത്തിന്റെയും സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിപ്പം എത്രയായിരിക്കും? അള്ളാഹു അക്ബർ, അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ. അവന്റെ സൃഷ്ടികളെക്കാൾ താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കാത്ത അത്ര ഏറ്റവും വലിയവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണും. അള്ളാഹുവിനെ നോക്കിക്കാണുന്നതിനേക്കാൾ പ്രിയങ്കരമായി മറ്റൊന്നും സ്വർഗത്തിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്നില്ല. അത് സ്വർഗീയ സ്ത്രീകളായിക്കൊള്ളട്ടെ, സ്വർഗീയ ഭക്ഷണങ്ങളായിക്കൊള്ളട്ടെ, സുഖാനുഭൂതികളായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാളും ഹൃദയത്തിൽ ഭാവനയിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളായിക്കൊള്ളട്ടെ, എന്ത് നൽകപ്പെട്ടാലും അള്ളാഹുവിനെ കാണുന്നതിനേക്കാൾ അവർക്ക് പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹുവിനെ അവർ നോക്കിക്കാണുമ്പോൾ, മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ നോക്കിക്കാണുമ്പോൾ അള്ളാഹുവിന്റെ വലുപ്പം കാരണത്താൽ, അള്ളാഹുവിന്റെ ഗാംഭീര്യം കാരണത്താൽ, അള്ളാഹുവിന്റെ വലുപ്പം കാരണത്താൽ അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സ്വർഗത്തിൽ വെച്ച് പോലും മുഅ്മിനീങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമേൽ അള്ളാഹുവിന്റെ വലുപ്പം, അത് അത്രമേലാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അവന്റെ സൃഷ്ടികളെക്കാൾ ഏറ്റവും വലിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത് ഏറ്റവും മറ്റുള്ള സൃഷ്ടികളുടെ വിശേഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും വലുതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കാൾ വലിയ കാരുണ്യമുള്ളവരായി ആരും തന്നെ ഇല്ല. അള്ളാഹുവാണ് ഏറ്റവും കാരുണ്യമുള്ളവൻ, അർഹമുർ റഹീമീൻ, കാരുണ്യവാന്മാരിൽ ഏറ്റവും കാരുണ്യമുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിന്റെ ശക്തിയും മറ്റുള്ള സൃഷ്ടികളുടെ ശക്തിയും താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കില്ല. അള്ളാഹുവിന്റെ കഴിവും മറ്റു സൃഷ്ടികളുടെ കഴിവും താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കില്ല. അത്രമേൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഔന്നത്യമുള്ളവനാണ്. അള്ളാഹുവിന്റെ കാരുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നതുപോലെ, യുദ്ധവേളയിൽ തന്റെ കൈക്കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അതിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ, സന്തോഷവരിതയായിക്കൊണ്ട് ആ കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാരുണ്യത്താലും വാത്സല്യത്താലും അതിനെ പരിഗണിക്കുന്ന, അതിനെ പരിചരിക്കുന്ന ആ രംഗത്തെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ലല്ലാഹു അർഹമു മിൻ ഹാദിഹി ബിവലദിഹാ, ഈ കൈക്കുഞ്ഞിനോട് ഈ സ്ത്രീ കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ വലുതാണ് തന്റെ അടിമകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള കാരുണ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 100 റഹ്മത്തുണ്ട്. അതിൽ 99 റഹ്മത്തും അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നുവെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. അതിലൊരു റഹ്മത്ത് കൊണ്ട് മാത്രമാണ് സൃഷ്ടികൾ പരസ്പരം കാരുണ്യത്താൽ പരസ്പരം പെരുമാറുന്നത്. ഒരു കൈക്കുഞ്ഞിനോട്, ഒരു പിഞ്ചുകുഞ്ഞിനോട് തന്റെ മാതാവ് പെരുമാറുന്ന ആ കാരുണ്യം, അത് ആ 1% ആ ഒരു കാരുണ്യത്തിൽപ്പെട്ടതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. അള്ളാഹുവിന്റെ കഴിവാണെങ്കിലും അത് മറ്റു സൃഷ്ടികളോട് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കാത്തതാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അതുണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ, ഉദ്ദേശിച്ചാൽ മാത്രം അത് കുൻ എന്ന് പറയേണ്ട താമസം അതാ ഫയകൂൻ, അതുണ്ടാകുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശക്തി ദൂ ഖുവ്വത്തുൽ മതീൻ, മറ്റെല്ലാവരെക്കാളും ശക്തിമത്തായവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിന്റെ ഭംഗി, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഭംഗി കണ്ട് അവരുടെ കൈകൾ മുറിഞ്ഞതുപോലും ആ സ്ത്രീകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭംഗി അതെത്രയായിരിക്കും? ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്. അവന്റെ സൃഷ്ടികളെക്കാൾ ഏറ്റവും ഔന്നത്യത്തിലുള്ളവനാണ്.
അവന്റെ സൃഷ്ടികളെക്കാളെല്ലാം ഉപരിയിൽ ഉന്നതിയിലുള്ളവൻ അവനാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാ ഗുണവിശേഷണങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയവനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ. ആ അല്ലാഹു അക്ബർ എന്ന വചനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം അതാണ്. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു മുസ്ലിം, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലുതായത് സ്ഥാനത്താൽ മറ്റുള്ള എല്ലാ സൃഷ്ടികളെക്കാളും, അവന്റെ മാതാപിതാക്കളെക്കാൾ, അവന്റെ ഉമ്മയേക്കാൾ, അവന്റെ ഉപ്പയേക്കാൾ, അള്ളാഹുവിന്റെ റസൂലിനേക്കാളും, മറ്റെല്ലാ സൃഷ്ടികളെക്കാളും, അവന്റെ നേതാക്കന്മാരെക്കാളും, അവന്റെ സുഹൃത്തുക്കളെക്കാളും, എല്ലാവരെക്കാളും അവൻ ഏറ്റവും വലുതായിട്ടുള്ളവൻ, അവൻ ഏറ്റവും സ്നേഹിക്കുന്നവൻ, അവൻ ഏറ്റവും കൂറ് കാണിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു ആകുന്നു അവൻ ഏറ്റവും വലുത്, അല്ലാഹു ആകുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയവൻ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരർത്ഥം. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് ഉരുവിടുന്ന, അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പള്ളികളിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഇബാദത്തുകൾ അർപ്പിക്കാൻ, അവരോട് വിളിച്ചു തേടാൻ, അവരോട് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ, അവരോട് സഹായം തേടാൻ എങ്ങനെയാണ് അവർക്ക് സാധിക്കുക? അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വികാരങ്ങളെക്കാൾ, എന്റെ ഇഷ്ടങ്ങളെക്കാൾ, എന്റെ ദേഹേച്ഛകളെക്കാൾ, എന്റെ സുഹൃത്തുക്കളെക്കാൾ, എന്റെ ആദർശങ്ങളെക്കാൾ, എന്റെ അഭിപ്രായങ്ങളെക്കാൾ, എന്റെ എല്ലാത്തിനേക്കാളും, എന്റെ ശരീരത്തെക്കാളും, എന്റെ മാംസത്തെക്കാളും, എന്റെ മജ്ജയേക്കാളും, എന്റെ ചോരയേക്കാളും, എന്റെ എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത്, എനിക്ക് വലുത് അല്ലാഹു ആണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു എനിക്ക് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം അവന്റെ പ്രയാസങ്ങളിൽ എങ്ങനെയാണ് അടുത്തുള്ള ജാറങ്ങളിൽ കിടക്കുന്ന മഹാന്മാരായ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകളിലേക്ക് പോകുക? അവൻ എങ്ങനെയാണ് അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റാളുകളിലേക്ക് ഇറക്കി വെക്കുക? അവൻ എങ്ങനെയാണ് അവന്റെ പ്രതീക്ഷകൾ അവരിലേക്ക് അർപ്പിക്കുക? എങ്ങനെയാണ് അവന്റെ ഇബാദത്തുകൾ അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളിലേക്ക് അവൻ പ്രതീക്ഷ വെച്ച് പുലർത്തുക? എങ്ങനെയാണ് അവനക്ക് സാധിക്കുക? സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു മുസ്ലിം അവൻ ഏറ്റവും വലുത് അല്ലാഹുവാണ്. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. നമുക്ക് കാണാൻ സാധിക്കും, അതാ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശങ്ങൾ ഉയരുകയാണ്. പല ആളുകളും അവരുടെ ഇഷ്ടതാരങ്ങളെ കട്ടൗട്ടുകളാലും ഫ്ലക്സുകളാലും നിറക്കുകയാണ്. സഹോദരങ്ങളെ, അവരുടെ ചിന്ത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണോ അവരുടെ മനസ്സിൽ വലുതായിട്ടുള്ളവൻ? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അവന്റെ ടീം തോറ്റു കഴിഞ്ഞാൽ, അവന്റെ ടീം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കണ്ണീരൊഴുക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരുവൻ അല്ലാഹുവിനു വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും കരഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യമാണിത്. അല്ലാഹുവിനേക്കാൾ അവൻ സ്നേഹിക്കുന്നത് ഇവരെയാണോ എന്നാലോചിക്കേണ്ട അവസ്ഥയാണ് നമുക്ക് വന്നെത്തിയിട്ടുള്ളത്. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളായ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരെങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമിനൻ നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, മനുഷ്യരിൽ ചില ആളുകൾ അല്ലാഹുവിന് പുറമെ ചില പങ്കാളികളെ, ചില ആളുകളെ സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ അല്ലാഹുവിനേക്കാൾ അവർക്ക് പ്രിയം ഈ പറയുന്ന ആളുകളോടാണ്, ഈ പറയുന്ന കളിക്കാരോടാണ്. അതുകൊണ്ടാണ് ആ കളിക്കാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ അവർക്ക് സാധിക്കുന്നത്, അവർക്ക് വേണ്ടി കട്ടൗട്ട് ഇറക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്, അവർക്ക് വേണ്ടി പാലഭിഷേകം നടത്താൻ അവർക്ക് സാധിക്കുന്നത് കൊണ്ടാണ്. ഒരു വേള അവരുടെ ടീം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവൻ പോലും പണയം വെക്കാൻ സാധിക്കുന്നത് അല്ലാഹുവിനേക്കാൾ അവന് പ്രിയം ഈ കളിക്കാരനായത് കൊണ്ടാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ടത്. അല്ലാഹുവിനെ കഴിച്ചേ ഉള്ളൂ, അല്ലാഹു കഴിഞ്ഞാലേ ഉള്ളൂ അല്ലാഹുവിന്റെ റസൂലും, അതുപോലെ തന്നെ മാതാപിതാക്കളും, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിൽ അല്ലാഹുവിനോട് തഖ്വ പുലർത്തി ജീവിക്കുന്നവരും ഏറ്റവും ആദ്യം അവൻ സ്നേഹിക്കുന്നതും പ്രിയം വെക്കുന്നതും അനുസരിക്കുന്നതും പിന്തുടരുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളതാണ് കാര്യം. അല്ലാഹു അക്ബർ,
അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ എന്നുച്ചരിക്കുന്നെന്ന് പറയുന്ന ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അവൻ ഈ ആശയങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ വലുപ്പത്തിലാകട്ടെ, അവന്റെ ഗുണവിശേഷണങ്ങളിലാകട്ടെ, അവന്റെ കഴിവുകളിലാകട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്നുള്ള നിലക്കാകട്ടെ, എല്ലാ അർത്ഥത്തിലും അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ എന്നാണ് ഒരു മുഅ്മിൻ ഈ ദിക്ർ പറയുമ്പോൾ, ഈ ദിക്ർ ഉച്ചരിക്കുമ്പോൾ അവൻ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ഏറ്റവും നല്ല രൂപത്തിൽ ആശയം അറിഞ്ഞുകൊണ്ട്, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഉച്ചരിക്കുവാനും പറയുവാനും, ഈ ദിക്റിന്റെ താല്പര്യം ജീവിതത്തിൽ കൊണ്ടുവരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഓരോ ബലിപെരുന്നാളും ഓരോ വലിയ പെരുന്നാളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങൾ സ്മരിച്ചുകൊണ്ടാണ് മിനിങ്ങൾ ഓരോ ബലിപെരുന്നാളും ആഘോഷിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകാ യോഗ്യനാക്കി മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് നിശ്ചയിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏത് കൽപ്പനക്കും വിധേയപ്പെട്ട് അള്ളാഹുവിന്റെ ഏത് കൽപ്പനകളെയും ശിരസാവഹിച്ച് അള്ളാഹുവിന്റെ ഏത് കൽപ്പനകളെയും അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം നയിച്ച ആ മഹാവ്യക്തിത്വം, അദ്ദേഹത്തിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അദ്ദേഹത്തിന് പ്രായമായ അവസ്ഥയിൽ, വാർദ്ധക്യത്തിൽ അദ്ദേഹത്തോട് സ്വന്തം കൈകൊണ്ട് ചേലാകർമ്മം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അദ്ദേഹം അത് നിറവേറ്റുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ കുഞ്ഞിനെയും മക്കയിലെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് കൽപ്പിക്കുമ്പോൾ അതും അദ്ദേഹം അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി അദ്ദേഹം അത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന എന്നോണം കഅബ അദ്ദേഹത്തിന്റെ മകനോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ചു. ആ മകനെ ഒരുപാട് നാളുകൾക്ക് ശേഷം, കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞുങ്ങളെ നൽകി. അതിനുശേഷം അദ്ദേഹത്തിന് ആ കുഞ്ഞിൽ നിന്ന്, ആ മകനിൽ നിന്ന്, ഇസ്മായിൽ അലൈഹിസ്സലാമിൽ നിന്ന് ഉപകാരം സിദ്ധിക്കാൻ പറ്റുന്ന ആ സമയത്ത് അദ്ദേഹത്തോട് ആ മകനെ അറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുവാൻ അള്ളാഹു ആവശ്യപ്പെട്ട സമയത്ത് പോലും അതിനുവേണ്ടി അദ്ദേഹം ഒരുങ്ങി. തന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ത്യാഗവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അതാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച എന്ന് പറഞ്ഞ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ത്യാഗവും അള്ളാഹുവിന് വേണ്ടി അവർ ത്യജിച്ച ത്യാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അറവിന് പകരമായി സ്വർഗത്തിൽ നിന്ന് ആടിനെ ഇറക്കിയതും അതിനെ അറുക്കാൻ കൽപ്പിച്ചതും, ആ പരീക്ഷണത്തിൽ അവർ രണ്ടുപേരും, ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാം, വിജയിച്ചുവെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വഹി നൽകി. അതിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഉദുഹിയ്യത്ത് അറുക്കുന്നത്. അതുപോലെ തന്നെ ഹജ്ജിന്റെ ഭാഗമായി ഹാജിമാർ അറവുകൾ നടത്തുന്നത്. ഹാജർ അലൈഹിസ്സലാമിന്റെ ത്യാഗവും നമുക്ക് കാണാൻ സാധിക്കും. സഫാ മർവ ആ കുന്നുകൾക്കിടയിൽ മഹദിയായ ഹാജർ അലൈഹിസ്സലാം സഹിച്ച ത്യാഗങ്ങൾ, വിശപ്പ് സഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വെള്ളമില്ലാതെ ദാഹം സഹിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിനു വേണ്ടി അങ്ങുമിങ്ങും ഓടിയ ഹാജർ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കിന്നും അയവിറക്കാൻ സാധിക്കുന്നതാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽപ്പെട്ടതാണ് സഫാ മർവക്കിടയിലുള്ള ആ നടത്തം, ആ ഓട്ടം എന്ന് പറയുന്നത്. ആ ഓട്ടത്തിലൂടെ മുഅ്മിനീങ്ങൾ, ഹാജിമാർ ഹാജർ അലൈഹിസ്സലാമിന്റെ ത്യാഗവും അയവിറക്കുന്നു. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ
അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ത്യാഗപൂർണമായ ചരിത്രമാണ് ഓരോ വലിയ പെരുന്നാളിനും മുഅ്മിനീങ്ങൾ അവർ അയവിറക്കുന്നതും അവർ കൊണ്ടാടുന്നതും അവർ സ്മരിക്കുന്നതും അവർ പിൻപറ്റുന്നതുമെല്ലാം അവരുടെ ത്യാഗപൂർണമായ ജീവിതത്തെയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെയെല്ലാം ശിരസാവഹിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബം ഓരോ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാതൃകായോഗ്യരാണ്. അവരുടെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏതും അള്ളാഹുവിന്റെ ഹറാമുകൾ അതേതും വർജിക്കുവാൻ, അള്ളാഹുവിന്റെ വാജിബാത്തുകൾ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അതേതും പിൻപറ്റുവാൻ, അതേതും നടപ്പിലാക്കുവാൻ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കുവാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഹാജർ അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ത്യാഗപൂർണമായ ഈ ചരിത്രങ്ങൾ മുഅ്മിനീങ്ങളെ സഹായിക്കുന്നതാണ്. അവരെ പോലെ അള്ളാഹുവിന് ഏറ്റവും നന്ദിയുള്ളവരായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് അവർക്ക് അവരുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ അവർ ഏത് നാട്ടുകാരായിക്കൊള്ളട്ടെ, ഏത് രാജ്യക്കാരായിക്കൊള്ളട്ടെ, അവരുടെ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകുമാറാകട്ടെ. അവരുടെ ശത്രുക്കൾക്ക് മേലെ അള്ളാഹു അവർക്ക് പ്രതാപം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.